ബിഗ് ബോസ് നമ്മൾ കഴിവ് ഷോക്കേസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ്. അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും ഉള്ളതാണ് കണ്ടന്റ് കൊടുക്കണം. കണ്ടന്റ് ഉണ്ടെങ്കിലാണ് അവിടെ നിലനിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ഇതുണ്ട്. അപ്പൊ ചേട്ടൻ അവിടെ പോവാണെങ്കിൽ ചേട്ടൻ എങ്ങനത്തെ ഒരു കണ്ടന്റ് ആയിരിക്കും ചേട്ടൻ? ഞാൻ പോകുന്നതേ ഒരു കണ്ടന്റ് ആണ്. ഞാൻ പറഞ്ഞ് വേറെ എന്ത് കണ്ടന്റ് ആകണ്ട. അല്ല, എന്നാലും നമ്മള് ഒരാഴ്ച ഒരു കണ്ടന്റ് കൊടുത്താലല്ലേ അവിടെ നിലനിൽക്കാൻ പറ്റുള്ളൂ. അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? അതൊക്കെ വരും. എന്നാലും നോക്കിയിരുന്നു. എന്നാലും അതിപ്പോ ഞാൻ പറയില്ല. എന്താണെങ്കിലും ഞാൻ പോവുകയാണെങ്കിൽ നമുക്ക് വളരെ സന്തോഷമായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഓഡിയൻസിന് എന്തൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ അതൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൊടുക്കാൻ സാധിക്കണം. എനിക്ക് മാത്രമല്ല, ഞാനായിട്ടൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാവുന്ന അപ്പുറത്തേക്ക് ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ ഓഡിയൻസിന് എന്താണോ ആവശ്യം അത് ഈ ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റന്റുകളുമായി ചേർന്ന് കൊടുക്കാൻ സാധിക്കട്ടെ. അതിൽ വഴക്കുണ്ടാവാം, സന്തോഷമുള്ള മൊമെന്റ്സുകൾ ഉണ്ടാവാം, എല്ലാം കണ്ടന്റുകളാണ്. ഞാനൊരു കാര്യം പറയാം, ഒരു വഴക്കുണ്ടാക്കുക, ഒരു ബഹളം ഉണ്ടാക്കുക, അത് മാത്രമൊന്നും അല്ല കണ്ടന്റ്. ഇഷ്ടംപോലെ നല്ല നല്ല കണ്ടന്റുകൾ, അതിന് ഭയങ്കര ഫീൽ ഗുഡ് കണ്ടന്റുകൾ അതിന് മുമ്പും ഉണ്ടായിട്ടുണ്ട്, പ്രണയം വരെ ഉണ്ടായിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള കണ്ടന്റുകൾക്ക് ഇവിടെ ആൾക്കാർ സ്വീകാര്യതയുള്ള സ്ഥിതിക്ക് നല്ല നല്ല സംഭവങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇത്തവണ ബിഗ് ബോസ് സീസൺ 7. ചേട്ടൻ ബിഗ് ബോസിൽ പോവാണെങ്കിൽ ഏറ്റവും മിസ് ചെയ്യണ ആരായിരിക്കും? ഞാൻ ഉറപ്പായിട്ടും എൻ്റെ വൈഫിനെ, എൻ്റെ മക്കളെയും, പിന്നെ എൻ്റെ ലൊക്കേഷൻ, സിനിമ പരിപാടി, അതൊക്കെ എനിക്ക് മിസ് ചെയ്യും, ഉറപ്പായിട്ട് മിസ് ചെയ്യും. രേഷ്മേനെ ഉറപ്പായിട്ട് മിസ് ചെയ്യും. ഫാമിലിയായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. രേഷ്മയും പിള്ളേരെ ഉറപ്പായിട്ട് മിസ് ചെയ്യും. കാര്യം എനിക്ക് അവൾ എൻ്റെ കൂടെ ഒരു ഏകദേശം ഒരു 10 വർഷമായിട്ട് എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അവൾ എൻ്റെ രേഷ്മ, ഞാൻ നാടകം പഠിക്കുന്ന സമയം തൊട്ടേ പ്രണയിച്ചു കല്യാണം കഴിച്ച ആളെന്നുണ്ടെങ്കിൽ ഒന്നിനോട് ഒരു വാശിയോ അല്ലെങ്കിൽ എന്നത് വേണമെന്നൊന്നും ഒരു 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 തരത്തിലുള്ള എന്നെ ഒന്നും ഒരു കാര്യത്തിൽ എന്നെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടില്ല. ഞാൻ അങ്ങോട്ടേ ഉള്ളൂ. ഞാൻ കാരണം അവൾക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലാതെ അവൾ കാരണം എനിക്കൊരു വിഷമം ഇതുവരെ ഉണ്ടായിട്ടില്ല. എനിക്ക് രേഷ്മേനെ എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്. കാര്യം ഞാൻ ഷൂട്ടിനൊക്കെ പോകുമ്പോഴേ ഒരു പരാതി പറയും, ഞാൻ വിളിക്കാറില്ല. അപ്പം നിങ്ങൾ ഷൂട്ടിന് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അവിടുത്തെ ആളാണ്, നിങ്ങൾക്ക് എന്നെ വേണ്ട എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ എവിടെ പോയാലും ഏതൊരു സമയത്താണെങ്കിലും നമുക്ക് നമ്മുടെ ഭാര്യയുടെ ഒരു ശബ്ദം കേൾക്കുക, അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കുക എന്നുള്ളൊരു സ്വഭാവക്കാരനാണ് ഞാൻ. അപ്പം അതിപ്പോൾ കിട്ടൂലല്ലോ. 100 ദിവസമൊക്കെ ആളെ വിളിക്കാതിരിക്കുക, ആളുമായിട്ട് സംസാരിക്കാതിരിക്കുക, അല്ലെങ്കിൽ മക്കളെ കാണാതിരിക്കുക. ഒന്നാമത് വൈഫ്, മൂന്നാമത് പ്രഗ്നന്റ് ആണ്. അപ്പം വിഷമങ്ങൾ ഉണ്ടാവാം. പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ ബിഗ് ബോസിൽ പോകാൻ കിട്ടുകയാണെങ്കിൽ എന്നെ പോകാൻ സപ്പോർട്ട് ചെയ്യുന്നതും എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന എല്ലാം രേഷ്മയാണ്. അപ്പോൾ എനിക്ക് എല്ലായ്പ്പോഴും എൻ്റെ സിനിമകളൊക്കെ വിജയിക്കുമ്പോഴും അതല്ലെങ്കിൽ അതിനൊരു പരാജയം സംഭവിക്കുമ്പോഴൊക്കെ ഞാൻ ഒറ്റയ്ക്ക് വന്നിരുന്നിട്ട് അവളോട് വിഷമങ്ങൾ പറയാറുണ്ട്. അപ്പോൾ അവളാണ് എന്നെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുന്നത്. ഒരു സമയത്തല്ല, എപ്പോഴും ഇപ്പം അങ്കമാലിയൊക്കെ ഇറങ്ങിയ സമയത്ത് എനിക്ക് ഒപ്പം കുറേ പേരുണ്ടായിരുന്നു. അങ്കമാലി ഡയറീസ് ഇറങ്ങിയപ്പോഴും, ആട്ടോ ശങ്കർ ഇറങ്ങിയപ്പോഴും, ഹിറ്റ് അടിച്ചപ്പോൾ ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷെ എനിക്കൊരു പരാജയങ്ങൾ വന്നു. എൻ്റെ ഒരു സിനിമയൊക്കെ എൻ്റെ 1-2 സിനിമകളിലൊക്കെ പരാജയപ്പെട്ടപ്പോൾ ആ കൂടെ ഉണ്ടായവരാരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് എൻ്റെ കുടുംബം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അന്നും ഇന്നും എല്ലായ്പ്പോഴും ഞാൻ എൻ്റെ ഹൃദയത്തിനോട് ചേർത്ത് പിടിക്കുന്നത് എൻ്റെ കുടുംബത്തെയാണ്. അവരും അങ്ങനെ തന്നെയാണ്. ഇപ്പം നാളെ ഞാൻ ഷോയിൽ പോകുമ്പോൾ ഒരുപക്ഷെ ഈ കുടുംബത്തിൻ്റെ കഥ പറഞ്ഞ് കരയണമെന്നില്ല, അല്ലെങ്കിൽ ഈ കുടുംബത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഞാൻ മാറി ഇരുന്നിട്ട് ഡാർക്ക് അടിച്ചിരിക്കണമെന്നില്ല. കാര്യം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ അകത്ത് നിൽക്കുന്നതേ ഇവർക്ക് വേണ്ടിയിട്ടാണ്. അവിടെ ഞാൻ മത്സരബുദ്ധിയോടുകൂടി അവിടുത്തെ കാര്യങ്ങളിൽ ഇടപെട്ട് നല്ലൊരു കണ്ടസ്റ്റൻ്റായിട്ട് നിൽക്കാനേ ഞാൻ ശ്രമിക്കുകയുള്ളൂ. ഇത്രേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എൻ്റെ ഫാമിലി തന്നെയായിരിക്കും. 100 ദിവസം നമ്മളൊരു വീട്ടിൽ ക്യാമറയുടെ ചുറ്റും നമ്മൾ നിൽക്കുകയാണ്. അപ്പം എപ്പോഴെങ്കിലും ചേട്ടന് തോന്നിയിട്ടുണ്ടോ 100 ദിവസം ഫേക്ക് ആയിട്ട് ഒരാൾക്ക് ഇരിക്കാൻ പറ്റുമെന്ന്? 100 ദിവസം പോയിട്ട് 10 ദിവസം നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആദ്യത്തെ 2-3 ദിവസമൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊക്കെ നിൽക്കാം. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ക്യാമറയുടെ മുമ്പിൽ ഒരാൾക്ക് ഫേക്കായിട്ട് നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ സംഭവിക്കുമെന്ന് അറിഞ്ഞുകൂടാ, കാരണം ഞാൻ അത് അനുഭവിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് അപ്പാനി ശരത്ത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഷെയ്ഡ്സ്, ഇപ്പൊ ചേട്ടൻ ചെയ്തിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സിന്റെ ഷെയ്ഡ്സ് മനസ്സിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അതുപോലത്തെ ഒരു ക്യാരക്ടറോ അങ്ങനത്തെ എന്തെങ്കിലും നമുക്ക് ബിഗ് ബോസിൽ കാണാൻ പറ്റുമോ ചേട്ടന്റെ? ആവശ്യം വന്നാൽ ചിലപ്പോൾ കണ്ടേക്ക, ആവശ്യം വന്നു കഴിഞ്ഞു. ഓക്കെ. പക്ഷെ ആ ചെയ്ത കഥാപാത്രങ്ങളെക്കാട്ടി സ്ട്രോങ് ആയിരിക്കും, അത്രേ ഉള്ളൂ. സിനിമയിൽ അത്രയും ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ. ഒന്നുമല്ല, സിനിമാ നടനായിട്ട് ഒരിക്കലും ഞാൻ നിൽക്കില്ല. ഞാനൊന്ന് വ്യക്തിയായിട്ട് മാത്രമേ ബിഗ് ബോസ് ഷോയിൽ നിൽക്കുള്ളൂ. സിനിമയല്ല അവിടെ, അത് സിനിമയല്ല. അപ്പം ഞാനെന്നൊരു വ്യക്തി എന്താണ്, ആ വ്യക്തിയുടെ നിലപാടുകൾക്കനുസരിച്ച് ഞാൻ നിൽക്കുകയുള്ളൂ. പക്ഷെ എന്നാലും ചില അവസ്ഥകളിൽ
ചില മുഹൂർത്തങ്ങളിൽ ഞാൻ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളോട് ഒന്ന് കയറി ഇറങ്ങി പോകുന്നതിൽ തെറ്റില്ല. തെറ്റില്ല. അത് ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കും. എല്ലായ്പ്പോഴും ഞാൻ അത് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആവശ്യം ഉണ്ടെങ്കിൽ ചിലപ്പം. ഈ സിനിമയിലേക്ക് ഇപ്പൊ വന്നിട്ട് 8 വർഷമായി എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ 8 വർഷത്തിന് മുന്നേ ഉള്ള ശരത്തേട്ടനെയാണോ നമ്മൾ ബിഗ് ബോസിൽ കാണാൻ പോകുന്നത്? അതാ അങ്ങനെ വരട്ടെ. അത് ഭയങ്കര അടിപൊളിയായിരിക്കും. ആ ശരത്താണ് എനിക്കിഷ്ടം. എനിക്കിഷ്ടം ആ ശരത്തിനെയാണ്. കാരണം എന്ത് പറഞ്ഞാലും ചാടി നിൽക്കും. ഒരു തരത്തിലും വെറുതെ ഇരിക്കില്ല. എന്തിനും മുന്നേ നിൽക്കും. ഇറങ്ങി പോടാന്ന് പറഞ്ഞാലും ഓക്കെ ആയിക്കോട്ടെ പോയിട്ട് തിരിച്ചു വരും. എന്തിനും കട്ടയ്ക്ക് നിൽക്കും. ഭയങ്കരമായിട്ട് ഡൗൺ ടു എർത്ത്. ഇപ്പോഴും ഡൗൺ ടു എർത്ത് തന്നെയാണ്. അന്ന് കുറച്ച് കൂടുതൽ ഡൗൺ ടു എർത്താന്ന് പറയാം. അങ്ങനത്തെ ഒരു ശരത്ത് ഉണ്ടായിരുന്നു. എല്ലാ പരിപാടിക്കും മുന്നേ നിൽക്കുക. ഒന്നും പ്രതീക്ഷിച്ച് നിൽക്കില്ല. ഇന്നത് കിട്ടും, ഇന്ന ആൾക്കാരിൽ നിന്ന് ഇന്നത് കിട്ടും എന്ന ഒരു പ്രതീക്ഷയിലും അല്ല എൻ്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പം ആ ശരത്ത് അടിപൊളിയായിരുന്നു. ഇപ്പം അങ്ങനെ അല്ലല്ലോ. ഇപ്പോൾ വേറെ മാറി. ഇപ്പം സിനിമയിലൊക്കെ വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ അധികം കമ്മിറ്റ്മെൻറ്റുകളായി. അപ്പം നമുക്ക് വളരെ ശ്രദ്ധയോടുകൂടി നിൽക്കണം, നന്നായിട്ട് ജോലി ചെയ്യണം, കുടുംബം നോക്കണം. അപ്പോൾ കുറേ പ്രതിബദ്ധതകൾ കൂടുന്തോറും രീതികൾക്ക് മാറ്റം വരും. അവരുടെ സംസാര രീതികൾക്കാണെങ്കിലും അവരിടപെടുന്ന കാര്യത്തിലാണെങ്കിലും അവർ എത്തിപ്പെടുന്ന സാഹചര്യമാണെങ്കിലൊക്കെ അവർ ജീവിതത്തിൽ നിന്ന് കുറേ മാറ്റങ്ങൾ വരും. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. മുമ്പ് നേരെ വാ നേരെ പോ, അത്രേ ഉള്ളൂ. ആരും ഒന്നും ഒരു കുഴപ്പമില്ല. നമ്മൾ കട്ടയ്ക്ക് നിൽക്കും. ആ ഒരു ശരത്തിന് എനിക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയാൽ അടിപൊളിയായിരിക്കും. ഒരുപാട് വർഷമൊന്നുമില്ലല്ലോ, 10 കൊല്ലം ബാക്കിലോട്ട് പോയാൽ മതി, ഈസി. ലൈക് ബിഗ് ബോസിൽ വരുന്ന ഓരോ ആളുടെയും എയിം എന്ന് പറഞ്ഞാൽ ആ കപ്പായിരിക്കും അല്ലേ? അതെ. ആ കപ്പ് കിട്ടി എന്ത് ചെയ്യും? കപ്പ് കിട്ടി ഞാൻ വീട്ടിൽ കൊണ്ടുപോയിക്കും. പിന്നെ അല്ലാതെ എന്ത് ചെയ്യും? അല്ല, ഞാൻ ബിഗ് ബോസിൽ ഞാൻ വിന്നർ ആവുകയാണെങ്കിൽ എനിക്ക് അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനത്തെ ഓരോ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അവിടെ നിന്ന് ചിരിക്കണ്ട, എന്നെ അവിടെ നിന്ന് കളിയാക്കോ. കപ്പ് കിട്ടിയ വീട്ടിൽ കൊണ്ടുവന്നു. കപ്പ് കിട്ടി കഴിഞ്ഞാൽ എന്താ വിന്നർ അടിക്കുക എന്നുള്ള അപ്പുറത്തേക്ക് വേറൊരു ചിന്തയില്ല. നമ്മളൊരു പരിപാടിക്ക് പോകുമ്പോൾ, നമ്മളൊരു സിനിമ ചെയ്യുമ്പോഴാണെങ്കിൽ നമ്മൾ എന്ത് തന്നെയായാലും അതിന്റെ സക്സസ് ആണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പൊ ഞാൻ ഇതാ ഇപ്പൊ ഷോയിലേക്ക് പോവാണെങ്കിൽ, എന്നെ ഷോയിൽ നിന്ന് വിളിച്ച് ഞാൻ ഷോയിൽ പോവാണെങ്കിൽ എൻ്റെ ലക്ഷ്യം 100 ദിവസം തികച്ച് നിൽക്കുക, കപ്പ് നേടുക, അത്രേ ഉള്ളൂ. പിന്നെ കപ്പ് നേടിയതിന് ശേഷം ഉള്ളത് അത് അപ്പം ചിന്തിച്ചാൽ പോരെ. അത് അപ്പം ചിന്തിച്ചാൽ മതിയായിരിക്കും. അതിനു മുമ്പ് മുൻകൂട്ടി പ്രെഡിക്റ്റബിൾ ചെയ്യണ്ട. ആദ്യം കപ്പ് നേടട്ടെ, അതിനുവേണ്ടി എന്ത് ചെയ്യാന്നുള്ള ആലോചിക്കും. കപ്പ് നേടിയതിന് ശേഷം ഉള്ളത് അപ്പോഴല്ലേ. സിനിമയിൽ തന്നെ തുടരുമോ? ഉറപ്പല്ലേ? അയ്യോ, അത് നമ്മളെ ബ്ലഡ് അല്ലേ. അയ്യോ, അത് വിട്ടിട്ടൊരു പരിപാടിയില്ല. അത് വിട്ടിട്ടുള്ളൊരു പരിപാടിയില്ല. സിനിമ 24 hours സിനിമ 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 എന്നുള്ള ഒറ്റ ചിന്തയുള്ളൂ. ഷോയിൽ നിന്ന് ഞാൻ പോയിട്ട് ഷോയിൽ നിന്ന് ഇറങ്ങി വിന്നർ അടിച്ചിറങ്ങുകയാണെങ്കിലോ അതിന് മുമ്പ് ഔട്ടായിട്ട് ഇറങ്ങുകയാണെങ്കിലോ എങ്ങനെ ഇറങ്ങിയാലും മുമ്പ് എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അതിന് പുറകെ യാത്ര ചെയ്ത് പോവാ. പിന്നെ അത്രേ ഉള്ളൂ. സിനിമയ്ക്ക് പകരം അപ്പുറത്തേക്ക് മാറ്റി വയ്ക്കുക ഒന്നും തന്നെ ഇല്ല.